സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡസ് എന്നുള്ള വേർഡിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡും ഡസ് എന്നുള്ള വേർഡിനെ പറ്റിയാണ് എടുത്തത്. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ എപ്പിസോഡ്. സോ അതേപോലെ തന്നെ ഡസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഡൂവിനെ പറ്റി പറയേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. കാരണം ഡസിനും ഡൂവിനും ഏകദേശം സെയിം അർത്ഥമാണ്. ഡൂ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രവൃത്തികളോ ജോലികളോ ചെയ്യുമ്പോഴായിരുന്നു നമ്മൾ ഡൂ യൂസ് ചെയ്തിരുന്നത്. അതേപോലെ ഡസും അതേപോലെ തന്നെയാണ്. എന്തെങ്കിലും പ്രവൃത്തിയോ ജോലികളോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡസും യൂസ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഒന്നേ ഉള്ളൂ. ഡസ് നമ്മൾ സബ്ജക്റ്റ് ഏകവചനമാകുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതായത് കർത്താവ്, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ കർത്താവ്, ഒരു സെൻറ്റൻസിലെ കർത്താവ് ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അയാൾ ഒരാളാണെങ്കിൽ നമ്മൾ ഡസ് യൂസ് ചെയ്യും. അതായത് ഏകവചനമാണെങ്കിൽ ഒരാളോ ഒരു വസ്തുക്കളോ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡസ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡൂവിലായിരുന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് അതായത് കർത്താവ്, അതായത് സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോഴാണ്, അതായത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളോ ആളുകളോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴായിരുന്നു നമ്മൾ ഡൂ യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഡൂവിനും ഡസിനും വേറൊരു അതിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് ഡൂവും ഡസും കൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫോർമേഷൻ ഇംഗ്ലീഷിലുണ്ട്. സോ ഡൂവിനെ പറ്റിയുള്ള എക്സാമ്പിൾ എപ്പിസോഡ് 6-7 നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ സെൻറ്റൻസ് അത് നിങ്ങൾക്ക് വായിച്ച് കഴിയുമ്പോൾ ഡൂവിൻ്റെ ആ ഫോർമേഷൻ ക്വസ്റ്റ്യനിലും സെൻറ്റൻസുകളിലും വരുന്ന എക്സാമ്പിൾസ് നമ്മൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട്. 6-7 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഡൂവിനെ പറ്റിയുള്ള കൺഫ്യൂഷൻസൊക്കെ മാറും. പക്ഷേ അതിന് ഞാൻ ഗ്രാമർ സെക്ഷൻ പറഞ്ഞിട്ടില്ല. ഈ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിലും മാത്രമേ ഗ്രാമർ സെക്ഷൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഗ്രാമർ സെക്ഷൻ ഇതായിരുന്നു. ഡൂ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോൾ, ഡസ് യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ഏകവചനമാകുമ്പോൾ. സോ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. സോ അതേപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഗ്രാമർ സെക്ഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കരുത്, ജസ്റ്റ് കേട്ട് പോവുക. സംഭവം നമ്മൾ എക്സാമ്പിളിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. സെൻറ്റൻസ് ഫോർമേഷൻ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ സെൻറ്റൻസ് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് പിടികിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ ഗ്രാമർ സെക്ഷൻ പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് റിവൈസിങ്ങിലൂടെയാണ്. എക്സാമ്പിളും സാഹചര്യങ്ങളും ഉള്ള ആ സെൻറ്റൻസുകൾ, അതായത് നമ്മൾ സെൻറ്റൻസുകൾ റിവൈസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഗ്രാമറൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ പതിയുന്നത്. സോ എക്സാമ്പിൾ സെൻറ്റൻസ് വഴിയാണ് നമ്മളിത് പഠിക്കുന്നത്. പിന്നെ ഗ്രാമർ സെക്ഷൻ പറഞ്ഞത് അത്യാവശ്യമുള്ളവർക്ക് വേണ്ടി മനസ്സിലാകാൻ വേണ്ടി മാത്രമായിരുന്നു. നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ സെൻറ്റൻസിലോട്ട് കിടക്കാം, എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. അതായത് ഡൂ വെച്ചുള്ള എക്സാമ്പിൾ സെൻറ്റൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഡൂ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ഏകവചനമാകുമ്പം നിങ്ങൾ സ്ലൈഡിൽ കാണാം സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേര്. ഇവയൊക്കെ ഏകവചനമാണ്. ഏകവചനത്തിൽ അതായത് ഒരാളെ ഉള്ളൂ, ഒരു വസ്തുവിനെയൊക്കെയാണ് ഈ വേർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും സെൻറ്റൻസുകൾ വരുമ്പോഴാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് തൊട്ട് മുകളിൽ കാണാം ഡൂ യൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് യുവ്, വിയെ, ദയെ, ദസ്, ദോസ് അല്ലെങ്കിൽ ഐ. ഇവയൊക്കെ അതൊക്കെയെന്ന് വെച്ചാൽ ബഹുവചനങ്ങൾ, അതായത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ്. സോ നമുക്ക് ഡസിലോട്ട് കിടക്കാം. ഇന്നത്തെ എക്സാമ്പിളിലോട്ട് കിടക്കാം. എക്സാമ്പിളിലോട്ട് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. സോ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഹീ ഡസൻ ലൈക്ക് ടു ഡ്രൈവ്. ഹീ ഡസൻ ലൈക്ക് ടു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അവന് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമല്ല. ഹീ ഡസൻ ലൈക്ക് ടു ഡ്രൈവ്. ഇവിടെ അവൻ എന്ന് പറഞ്ഞ ഒരാളായതുകൊണ്ടാണ് ഇവിടെ ഡസ് വന്നിരിക്കുന്നത്. ഹീ ഡസൻ ലൈക്ക് ടു ഡ്രൈവ്. ഹീ ഡസൻ ലൈക്ക് എന്ന് വെച്ചാൽ ഹീ ഡസ് നോട്ട് ലൈക്ക് ടു ഡ്രൈവ് എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഡസിൻ്റെ എന്നാണ് പറയുന്നത്. ഹീ ഡസൻ ലൈക്ക് ടു ഡ്രൈവ്. അവന് ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഹീ ഡസ് നോട്ട് നോ വാട്ട് ഹീ വാണ്ട്. അവൻ അറിയത്തില്ല അവൻ എന്താ വേണ്ടത്. ഹീ ഡസ് നോട്ട് നോ വാട്ട് ഹീ വാണ്ട്. അവൻ അറിയത്തില്ല അവൻ എന്താ വേണ്ടതെന്ന് അറിയത്തില്ലെന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. അടുത്തത് ഹൗ ഡസ് ദാറ്റ് ഹാം. അതെങ്ങനെ സംഭവിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഞാനിങ്ങനെ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ആ അച്ചടി ഭാഷയിലോട്ട് എടുക്കരുത്. നിങ്ങളുടെ നാട്ടിൽ ഏത് മലയാള ശൈലിയാണോ ആ ഭാഷയിലോട്ട് വേണം എടുക്കാൻ. കാരണം ആ ആശയത്തിൽ നമ്മൾ മലയാളം എടുത്താലേ നമുക്ക് നമ്മുടെ മൈൻഡിൽ നിന്ന് ആ മലയാളം ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായിട്ട് ഇംഗ്ലീഷിൽ വരികയുള്ളൂ. നമ്മുടെ അച്ചടി ഭാഷയുമായിട്ട് നമ്മുടെ ആ മാതൃ ലാംഗ്വേജ്, അതായത് നമ്മൾ വളർന്നു വന്ന ഒരു രീതിയിൽ ഒരിക്കലും നമ്മുടെ ബ്രെയിനിലോട്ട് അച്ചടി ഭാഷ അറ്റാച്ച് ആകത്തില്ല. കാരണം നമ്മൾ സംസാരിച്ച് വന്നത് നമ്മുടെ നാട്ടിലെ ഒരു ശൈലിയിലാണ്. സോ ഈ മലയാളം നിങ്ങളുടെ ആ നാട്ടിലെ ശൈലിയിലോട്ട് എടുക്കണം. ഞാൻ പറയുന്ന അർത്ഥങ്ങൾ ഞാൻ എൻ്റെ നാട്ടിലെ ഭാഷയിലോ അച്ചടി ഭാഷയിലോ ആയിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഞാനും ഇംഗ്ലീഷ് പഠിച്ച് അച്ചടി ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്തല്ല, ആശയങ്ങളിൽ കൂടിയാണ്. ഇതുപോലെ എക്സാമ്പിൾ സെൻറ്റൻസിലെ ആശയം ഞാൻ തന്നെ അത് മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഞാൻ റിവൈസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് സാഹചര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെൻറ്റൻസുകൾ എൻ്റെ നാവിൽ വരുമായിരുന്നു. ഒരു കാണാതെ പഠിക്കുന്നതിനെക്കാട്ടി ഉപരി ആശയത്തിൽ കൂടി പോയപ്പോൾ. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് കിടക്കാം. അടുത്ത ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ. ഇവിടെ ഡസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് വന്നുകൊണ്ടാണ് ഡസ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ഗ്രാമർ സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ആ ഗ്രാമർ വെച്ച് കൺഫ്യൂസ് ആകില്ല. ജസ്റ്റ് ആ വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആശയപരമായിട്ട് പോവുക.
ദാറ്റ് വന്നപ്പോഴാണ് അവിടെ ഡസ് വന്നത്. അടുത്തത് ഷീ ക്രൈഡ് ആസ് എ ചൈൽഡ് ഡസ്. അവൾ കുട്ടികളെ പോലെ കരയുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഷീ ക്രൈഡ് ആസ് എ ചൈൽഡ് ഡസ്. അവൾ കുട്ടികളെ പോലെ കരയുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവൾ ഷീ വന്നുകൊണ്ടാണ് അവിടെ ഡസ് വന്നത്. അടുത്തത് എപ്പോഴും പിന്നെ അടുത്തത് നോക്കാം. ഷീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അവളത് മനസ്സിലാക്കുന്നില്ല. ഷീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അവളത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇത്. ഷീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അവളത് മനസ്സിലാക്കുന്നില്ല. അവൾക്കത് മനസ്സിലാകുന്നില്ല എന്നാണ് ഇതിനർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ ഡസും ഡൂവും നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡൂവും ഡസും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ കൂടുതൽ ഡൂവും ഡസും ഉപയോഗിക്കുന്നത്. സോ ഞാനിപ്പോൾ ഗ്രാമർ സെക്ഷൻ പറഞ്ഞിട്ട് പേടിക്കണ്ട. ഞാൻ ഈ ഒരാശയത്തിലോട്ട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ടെൻസൊക്കെ അറിയാവുന്നവർക്ക്. അല്ലാത്തവർക്ക് ഈ വാചകം ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ സംസാരിക്കുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുപോലെ സെൻറ്റൻസുകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓരോ ഇന്ന സന്ദർഭങ്ങളിലാണ് സംസാരിക്കുന്നത് ഓരോ സെൻറ്റൻസും. അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഈ ആശയങ്ങളിലോട്ട് ഇതിൻ്റെ അർത്ഥത്തിലോട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. സോ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഐ ഹോപ്പ് ഹീ ഡസൻറ്റ് ഹേർട്ട് ഹെർ. ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല, ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു, കരുതുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഐ ഹോപ്പ് ഹീ ഡസൻറ്റ് ഹേർട്ട് ഹെർ. ഞാൻ വിശ്വസിക്കുന്നു അവൻ വേദനിപ്പിക്കത്തില്ലെന്നാണ്. ഹീ ഡസൻറ്റ് ഹേർട്ട് ഹെർ. അവളെ വേദനിപ്പിക്കത്തില്ല, ദുഃഖിപ്പിക്കത്തില്ല എന്നാണ്. അടുത്തത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ ഐ ഫീൽ. എനിക്കതൊരു പ്രശ്നമേ അല്ല എനിക്ക് എങ്ങനെ അത് ഫീലായാലും. എങ്ങനെ ഫീലായെന്ന് വെച്ചാൽ അത് ഞാൻ എനിക്ക് എത്ര മനോവിഷമം ഉണ്ടായാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും എനിക്കൊരു പ്രശ്നമേ അല്ലെന്നാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ ഐ ഫീൽ. ഇറ്റ് വന്നുകൊണ്ടാണ് ഡസ് വന്നിരിക്കുന്നത്. ഈ ഡസിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, അത് ഡസ് നോട്ടാണ്. നമ്മൾ പറയുമ്പോൾ ചുരുക്കി ഡസിൻ്റെ പറയത്തുള്ളൂ. നമ്മുടെ സംസാര ശൈലി, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണല്ലോ പഠിക്കുന്നത്. അതാണല്ലോ നമ്മുടെ ക്ലാസ്സുകൾ തന്നെ. അപ്പോൾ നമ്മൾ ഡസിൻ അങ്ങനെ ചുരുക്കി വേണം നമ്മൾ സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അടുത്ത സെൻറ്റൻസ് നോക്കാം. വേർ ഡസ് ഷീ കം ഫ്രം. അവൾ എവിടെ നിന്നാണ് വരുന്നതാണ് അർത്ഥം. വേർ ഡസ് ഷീ കംസ് ഫ്രം. നമ്മളൊരു പെൺകുട്ടി വന്നാൽ ചോദിക്കത്തില്ല അവൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കത്തില്ലേ. അങ്ങനത്തെ ഒരു സെൻറ്റൻസാണ് വേർ ഡസ് ഷീ കംസ് ഫ്രം. അടുത്ത സെൻറ്റൻസിൽ പോകാം. ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്. ഇതേ സെൻറ്റൻസുകൾ നമ്മൾ എപ്പിസോഡ് 1 പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് മനസ്സിലൊന്ന് കയറാൻ വേണ്ടി. ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്. ഇത് അവന് കഴിക്കാൻ സാധിക്കത്തില്ല. ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്. അവനിത് കഴിക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹീ ഡസൻറ്റ് ഈറ്റ് ദിസ്. അടുത്ത പ്ലാസ്റ്റിക് ഡസ് നോട്ട് ബേൺ ഈസിലി. പ്ലാസ്റ്റിക് പെട്ടെന്ന് കത്തിപ്പോകത്തില്ല. പ്ലാസ്റ്റിക് ഡസ് നോട്ട് ബേൺ ഈസിലി. അടുത്ത് ഡസ് ഷീ പ്ലേ പിയാനോ. ഇതൊരു ക്വസ്റ്റ്യനാണ്. ഡസ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടി ഡസ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡസ് ഷീ പ്ലേ പിയാനോ. അവൾ പിയാനോ വായിക്കുമോ. ഡസ് ഷീ പ്ലേ പിയാനോ. അവൾ പിയാനോ വായിക്കുമോ. അടുത്ത് വെൻ ഡസ് ഇറ്റ് അറൈവ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ പറയാം ആ ട്രെയിൻ എപ്പോഴാണ് വരുന്നത്, ഇതെപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ബസ് എപ്പോഴാണ് വരുന്നതെന്ന് പറയത്തില്ലേ. അങ്ങനത്തെ ഒരു സെൻറ്റൻസാണ് വെൻ ഡസ് ഇറ്റ് അറൈവ്. അതെപ്പോഴാണ് വരുന്നത് എന്നൊരു ചോദ്യം. അവിടെ ഈ ഡസ് വന്നത് ഇറ്റ് വന്നതുകൊണ്ടാണ്. വെൻ ഡസ് ഇറ്റ് അറൈവ്. ഒരു ബസ്സിനെ പറ്റി ഒരു ട്രെയിനെ പറ്റി ആയിരിക്കാം സംസാരിക്കുന്നത്. ഓക്കെ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ ഇത് എത്ര നേരം എടുക്കും, എത്ര സമയം എടുക്കും ആണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കത്തില്ല ഈ വർക്ക് എത്ര നേരം എടുക്കും, ഇത് എത്ര നേരം എടുക്കുമെന്ന്, ഈ ലാബ് ടെസ്റ്റ് എത്ര നേരം എടുക്കും. അങ്ങനത്തെ അവിടെ യൂസ് ചെയ്യുന്നൊരു സംഭാഷണമാണ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. ഇത് എത്ര നേരം എടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഡസ് ഹീ സ്പീക്ക് സ്പാനിഷ്. അവൻ സ്പാനിഷ് സംസാരിക്കുമോ. ഡസ് ഹീ സ്പീക്ക് സ്പാനിഷ്. അവൻ സ്പാനിഷ് സംസാരിക്കുമോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഡസ് ഷീ ലൈക്ക് ഓറഞ്ച്. അവൾക്ക് ഓറഞ്ച് ഇഷ്ടമാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡസ് ഷീ ലൈക്ക് ഓറഞ്ച്. അവൾക്ക് ഓറഞ്ച് ഇഷ്ടമാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് ഇത് ഡസ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ഫോർമേഷനാണ്. നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഷീ വന്നതുകൊണ്ടാണ് അവിടെ ഡസ് വന്നത്. അടുത്തത് ഹീ ഡസ് നോട്ട് വാണ്ട് ടു മൂവ് ടു അനദർ സ്കൂൾ. അവന് വേറൊരു സ്കൂളിലോട്ട് പോകാൻ താല്പര്യമില്ല. ഹീ ഡസ് നോട്ട് വാണ്ട് ടു മൂവ് അനദർ സ്കൂൾ. ഇത് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. പിള്ളേരൊക്കെ പറയത്തില്ല, മാതാപിതാക്കൾ പറയത്തില്ല അവന് മറ്റൊരു സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരു സെൻറ്റൻസാണിത്. ഹീ ഡസ് നോട്ട് വാണ്ട് ടു മൂവ് ടു അനദർ സ്കൂൾ. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത്രയും എക്സാമ്പിൾ സെൻറ്റൻസ് കൊണ്ട് നിർത്തുന്നു. ഇത് നിങ്ങൾ റിവൈസ് ചെയ്യുക, പഠിക്കുക. നമ്മൾ അടുത്ത എപ്പിസോഡിലും കുറച്ച് ഡസ് വെച്ച് കുറച്ച് സെൻറ്റൻസും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം, കുറച്ചുകൂടെ ആശയപരമായിട്ട് ഡസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നമുക്ക് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പം വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസും കൂടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. ബൈ.